വിഷ്വലി കിടിലം പടമാണ് ആ സാധനം. ഐഡിയർ പിടിച്ചതുപോലെ കുറേ സംഭവങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് പടം പോയിരിക്കുന്നത്, മൊത്തം ഉറക്കം. സാർ ആർപ്പ് വിളിക്കാൻ, അതായത് ലാലേട്ടന് മുണ്ടടക്കി കുത്ത് മീശ വരിയില്ല, അതും പ്രതീക്ഷ പോകരുത്. കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മലക്കോട്ടെ വാലിബിന് ശേഷം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പാടി അഭിനയിച്ച ബറോസിൻ്റെ ഓഡിയൻസ് റെസ്പോൺസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 3D എക്സ്പീരിയൻസും മറ്റ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ ഡയറക്ഷൻ മോശമായില്ല, പുള്ളിയുടെ നല്ലൊരു ഡയറക്ടറൽ ഡെബ്യൂട്ട് തന്നെയായിരുന്നു. 3D എടുത്ത് പറയേണ്ടതാണ്, കാരണം ഒരുപാട് പടങ്ങൾ 3D ആയിട്ട് ഇറങ്ങുന്നത് ഇവർ ശരിക്കും 2Dയിൽ എടുത്തതിന് ശേഷം പിന്നെ റെൻഡർ ചെയ്ത് 3D ആക്കുന്നതാണ്. ഇത് 3D ആയിട്ട് എടുത്തൊരു പടമാണ്, നമ്മൾ കാണുമ്പോൾ അറിയാം, ട്രെയിലർ കാണുമ്പോഴാണ് 3D ആയിട്ട് എടുത്തതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഫാൻസാർ ആർപ്പ് വിളിക്കാൻ, അതായത് ലാലേട്ടന് മുണ്ടടക്കി കുത്ത് മീശ വരിയില്ല, അതും പ്രതീക്ഷ പോകരുത്. ഇത് പക്ക ഒരു ഫാൻറ്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള പടം. ബേസിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടമാണ്. ടെക്നിക്കലി അത്യാവശ്യം നല്ല ഒരു പക്ക ഫാൻറ്റസിയാണ്. മേക്കിങ്ങിലും ആർട്ട് വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റസി നല്ല വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അതായത് ബേസിക്കലി പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഇപ്പോൾ മാർക്കോ റിലീസായി, മാർക്കോ എന്തായാലും കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പടമല്ല. അത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവധി ദിവസമാണ്. അപ്പോൾ പിള്ളേർക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. പിള്ളേർക്ക് എന്താ പറയുക, ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ്. നല്ലൊരു ഫാൻറ്റസി അന്വേഷണം. സിനിമ അത്ര പോരാ. നമ്മൾ ലാലേട്ടൻ്റെ ഒരു പടം എന്നുള്ള ലെവലിൽ ലാലേട്ടൻ്റെ ഡയറക്ഷൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ചെയ്യുമ്പം നമ്മൾ അത്രയും പ്രതീക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നുമില്ല, നോവൽ പോലെ പടം എടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ പടം ഇഴച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പം പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് പടം പോയിരിക്കുന്നത്, മൊത്തം ഉറക്കം, വേറെ ഒന്നുമില്ല. കുട്ടികൾക്കുള്ള അത് കുട്ടികളൊക്കെ ഇപ്പം നല്ല രീതിയിലുള്ള ഓരോ പടങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, അവർ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം, അത്രേ ഉള്ളൂ. 3D ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ക്രിസ്മസ് മാർക്കോ തന്നെ തൂക്കും, ബാറോസ് തൂക്കും തോന്നുന്നില്ല. പടം എങ്ങനെയുണ്ട്? നല്ല പടമാണ്. 3D വിഷ്വൽസ്, പുള്ളിയുടെ ഡയറക്ഷൻ, ഒരു ഡെബ്യൂട്ട് ഡയറക്ടറിന്റെ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അഭിനയൊക്കെ നൈസ് അല്ലേ. ഈ റോൾ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അതാണ് ഈ റോളിന്റെ പ്രത്യേകത. ഈ ബറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ മലയാളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റൂല. പടത്തിന്റെ 3D മേക്കിംഗ് ഒക്കെ 3D ഒക്കെ അടിപൊളിയല്ലേ. അയ്യോ, ഇത് വിഷ്വലി കിടിലം പടമാണ് ആ സാധനം. ലാഗ് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട്, അത് ഉള്ളതാണ്. ഫസ്റ്റ് ഹാഫ് ആ ഒരു അരമണിക്കൂർ ലാഗ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിംഗ്. പടം കൊള്ളാം, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പടമാണ്. പിന്നെ മുതിർന്നവർക്കും കാണാം. 3D നല്ല എഫക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഈ ഡയലോഗ്സ് ഒക്കെ ഒരു ഡ്രാമാറ്റിക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അത്ര ആപ്റ്റ് ആയിട്ടില്ലെന്ന് തോന്നി അതിൻ്റെ അകത്ത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ്റെ തുടക്കമായിട്ടുള്ള ഡയറക്ഷൻ വെഞ്ചർ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ പീരിയോഡിക് മൂവിയാണ് സത്യം പറഞ്ഞത്. അതൊക്കെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ സംഭാഷണങ്ങളാണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്. ഒരു അത്യാവശ്യം നിൽക്കാൻ പറ്റാത്തൊരു, നമുക്ക് കേൾക്കാൻ ഒരു സുഖം തോന്നിയില്ല. പക്ഷെ 3D ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്. പിന്നെ നമുക്കിപ്പം ലാലേട്ടന് എന്താണ് വർക്ക് എന്ന് കാണാൻ വേണ്ടിയുള്ള മുതിർന്നവർക്കും കൂടെ കയറാം, അങ്ങനത്തെ ഒരു വർക്ക് തന്നെയാണ്. പക്ഷെ ഇത് ഫോക്കസ്ഡ് ഓൺ കുട്ടികളാണ്. കുട്ടികൾ എന്തായാലും തിയേറ്ററിൽ കയറാൻ സാധ്യതയുള്ള പടം തന്നെയാണ് ബറോസ്. ആസ് എ ഡയറക്ടർ മോഹൻലാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 100% സക്സീഡ് ആയിട്ടുണ്ട്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 3D എഫക്റ്റ് നല്ലൊരു തിയേറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൈഡിയർ കുട്ടിച്ചാത്തന് ശേഷം അതേപോലെ ഒബ്ജക്ട്സ് ഒക്കെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് പറയുന്നത് ഒരു 3Dയിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഇമ്മൻസ് ഭയങ്കര ഇൻഡെക്സ് ഫീലിംഗ് അത് കിട്ടുന്നുണ്ട്. പിന്നെ സിനിമയിലെ കഥ നോക്കുകയാണെങ്കിൽ ഒരു 389 വർഷമായിട്ട് നിധി കാക്കുന്ന ഒരു ഭൂതം, അദ്ദേഹം അത് ആർക്ക് വേണ്ടി കാക്കുന്നു എന്തിനെന്നുള്ള ഉത്തരമാണ് സിനിമ പറയുന്നത്. അപ്പോൾ ആ ബറോസും ഇസ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, അവരുമായിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള. പിന്നെ സിനിമയിൽ ചില കുറവുകളുണ്ട്, സ്വാഭാവികമാണ്. കാരണം കഥ മുഴുവൻ ഈ ഗോവ ഒരു പോർച്ചുഗീസ് ബാക്ക്ഡ്രോപ്പ് ഒക്കെയാണ് പറയുന്നത്. അപ്പം അഭിനയിച്ചിരിക്കുന്ന വിദേശ താരങ്ങളായിട്ട് ചില ഇമോഷൻസ് നമുക്ക് ആദ്യം ഒന്നും നമുക്ക് അങ്ങോട്ട് പിക്കാവില്ല. കാരണം പടം ഫുൾ ഒരു ബാക്ക്ഡ്രോപ്പ് ഒരു വിദേശ ശൈലിയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു മൂവി ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഫാമിലി കുട്ടികൾക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ പലരും ഈ സിനിമയെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആസ് എ ഡയറക്ടർ മോഹൻലാൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. നല്ല രീതിയിലൊരു സിനിമ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോൺ നോക്കി പോകാം. അതൊന്നും നോക്കാതെ ഇത്രയും ക്വാളിറ്റിയിൽ റിസ്ക് എടുത്ത ഒരു എക്സ്പെരിമെന്റ് സബ്ജക്റ്റ് നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നിധികാക്കും ഭൂതത്തിന്റെ കഥ ബറോസായിട്ട് നല്ല രീതിയിൽ പ്രസന്റ്. 3D എക്സ്പീരിയൻസ് സൂപ്പറാണ്. കാരണം ഒന്നാമത്തെ ഏരിയസ് പ്ലക്സിന്റെ പ്രൊജക്ഷൻ കിടുതാണ്. പിന്നെ ഇത് 3Dയിലാണ് ഷോട്ട് ചെയ്തിരിക്കുന്നത്. ഐഡിയർ പിടിച്ചതുപോലെ കുറേ സംഭവങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ നമുക്ക് പറയല്ലോ, വിഷ്വൽ ഫുൾ സ്ക്രീൻ അല്ല, 3D ആണെങ്കിൽ തന്നെ കോമ്പാക്റ്റ് ആണ്. പക്ഷെ അത് നമുക്ക് നല്ല ഇമ്പാക്റ്റ് കിട്ടും 3D കാണുമ്പോഴത്തേക്ക്. ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു അണ്ടർ ദ വാട്ടർ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു പാട്ടൊക്കെ വെച്ചിട്ട്. അത് കുറേ നല്ല വിഷ്വൽസ് ഉണ്ട്. സന്തോഷ് രാമിന്റെ ക്യാമറ വർക്കും ഈ സന്തോഷ് രാമിന്റെ ആർട്ട് വർക്കും ഒക്കെ നല്ല രീതിയിൽ സിനിമയെ സഹായിച്ചിട്ടുണ്ട്.
ഡയറക്ഷൻ വൈസ് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല അടിപൊളി പടമാണ്. പക്ഷേ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി വൈസ് കുറച്ച് വീക്കായിപ്പോയി. പിന്നെ കുട്ടികൾക്കല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു പടം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്. 3D നല്ല രീതി 3D മാത്രമല്ല, എടുത്തു പറയേണ്ട ഇതിൻ്റെ VFX സൈഡാണ്. ഒരു മലയാള സിനിമയിൽ ഈ ഒരു ടൈപ്പ് ഒരു മേക്കിംഗ് VFX സൈഡും പ്രതീക്ഷയില്ല. പിന്നെ സെറ്റ് വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. നമുക്കതൊരു ആർട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ക അതിന് ആപ്റ്റാണ്. ഒരു ഡിസ്നി പടമൊക്കെ കണ്ട ഫാൻറ്റസി പടം കണ്ട നല്ല ഫീലുണ്ട്. മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം നമ്മളെല്ലാരും കണ്ടിരിക്കേണ്ട പടം, ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. മ്യൂസിക്കും അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഫുൾ കുട്ടികൾക്കുള്ള പടമാണോ? അങ്ങനെയല്ല, എല്ലാവരും കണ്ടിരിക്കുന്ന പടം. ഇങ്ങനെ ഒരു പടം നമ്മുടെ ഇറങ്ങിയിട്ടില്ല. നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. പടം എങ്ങനെയുണ്ട്? പടം നല്ല പടമാണ്. അതായത് നമ്മളൊരു 40 വർഷത്തോളം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് വിസ്മയിപ്പിച്ച ലാലേട്ടൻ ഇപ്പോൾ നമ്മുടെ ക്യാമറ പിന്നിൽ നിന്ന് വിസ്മയിച്ചിട്ടുണ്ട്. 3Dയുടെ എല്ലാ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് ആണ്. ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് തന്നെയാണ്. ടെക്നിക്കൽ സൈഡൊക്കെ ടോപ്പ് നോച്ച് ആണ്. അതിൻ്റെ ഇമോഷണലി പടം എല്ലാവർക്കും നല്ല രീതിയിൽ കണക്ട് ആവുന്ന രീതിയിൽ. ക്രിസ്മസിന് നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ വേറൊരു ചോയ്സിനെ ആലോചിക്കേണ്ട കാര്യമില്ല. ക്രിസ്മസിന് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ധൈര്യമായിട്ട് മലയാളിക്ക് പോയി കാണാൻ വേണ്ടി മലയാളത്തിന്റെ മോഹൻലാൽ കൊടുത്തൊരു സമ്മാനമാണ്. അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഭയങ്കര ടെൻഷൻ ആയിട്ടാണ് പടത്തിന് കയറി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്നത്. സൂപ്പർ പടമാണ്, ഒന്നും പറയാനില്ല. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് 3D എഫക്ട്സ് ഭയങ്കര രസമുണ്ട്. 3D എഫക്ട്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് ഞാൻ ഓരോ സീൻസ് ഒന്നും എടുത്ത് പറയുന്നില്ല, സ്പോയിലേഴ്സ് ആണ്. പക്ഷേ പല സീനിലും 3D നല്ല രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന രീതിയിൽ സോഫാർ മലയാളത്തിലെ ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അടുത്ത സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? അടുത്ത സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഇത്. പക്ഷേ സ്റ്റിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ആരും ചെയ്യാത്തൊരു കാര്യം ഒരു തവണ ചെയ്യാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് പുള്ളി ഇനി ഡയറക്ടോറിയൽ വെഞ്ചറിലേക്ക് പോകുന്ന അറിഞ്ഞുകൂടാ. പക്ഷേ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് അതിരിക്കും. കാരണം അദ്ദേഹത്തിന് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏജിൽ ഈ ഒരു ടൈമിൽ ഇത്ര എഫേർട്ട് കൊടുത്തിട്ട് ലാലേട്ടൻ ചെയ്തൊരു സംഭവം ഹാറ്റ്സ് ഓഫ് ആണ്, ഒന്നും പറയാനില്ല. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പടം കണ്ടിട്ട് ഇറങ്ങിയത് എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു മഹാനടൻ്റെ ഒരു സംവിധാനം അത് ചെയ്തതിൽ ഏറ്റവും മലയാളത്തിൽ ഇത്രയും വലിയൊരു മഹാനടൻ ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്തു. നല്ല കട്ട ഫ്രെയിമായിരുന്നു, നല്ല വിഷ്വലായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ശരിക്കുള്ള കാര്യം എന്താണെന്ന് ഈ കാണുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്കൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ കൽക്കി പോലത്തെ വലിയ പടങ്ങളൊക്കെ അവർക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഇതിൽ ശരിക്കും സീരിയസ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയത എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. അതായത് ഞാനും ഇപ്പോൾ ബ്രോയുമായിട്ടുള്ള ഒരു മുൻകാലമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആത്മീയ ബന്ധം, ആ ഒരു ആത്മബന്ധമാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ ബറോസ് പപ്പ എന്ന് പറയുന്നതും ഒരു കൊച്ചുമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ പടം. അതാണ് ഒരു ആത്മബന്ധം. അതാണ് ആ കൊച്ചിന് കാണുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പം ഞാനും ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഒരുപാട് വർഷം 10-25 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആത്മീയത, ഒരു ആത്മബന്ധമാണ്. അതാണ് ബറോസ് പപ്പ എന്നുള്ളൊരു ഇത്. പിന്നെ എന്താ പറയേ, ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ. നമ്മൾ തിയേറ്ററിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? ആരും കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ കൊടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലതെന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കീറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസോണ്ടാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എന്തോ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനല്ല, മമ്മൂക്കയല്ല, യാതൊരു നടനായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അത് രണ്ട് സോങ് എന്തേ ഉള്ളൂ, 2 സോങ്ങാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം കൊള്ളാം. അത്യാവശ്യം നന്നായിട്ട് പാടും, കുഴപ്പമില്ല. 3D ആണ് കിട്ടില്ല. 3D നല്ല രസമുണ്ട്. കൊച്ചുപിള്ളേർക്ക് ഇഷ്ടപ്പെടും, അല്ലാതെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് കുഴപ്പമില്ല.